عليهم ريحا صرصرا في يوم نحس مستمر. മന്ദമാരുതനായി അവരുടെ ഗ്രാമങ്ങളെ, അവരുടെ ഓലത്തലപ്പുകളെ തലോടി കടന്നു വന്ന മന്ദമാരുതൻ ഒരൊറ്റ നിമിഷാർത്ഥം കൊണ്ട് ഉഗ്രരൂപിയായ ഒരു കൊടുങ്കാറ്റായി തീർന്നു. 8 ദിവസം ആ കൊടുങ്കാറ്റ് നിന്നടിച്ചു വീശി. ശക്തമായ കൊടുങ്കാറ്റിൽ മണ്ണു പറക്കാൻ തുടങ്ങി. കാറ്റ് ശക്തിപ്പെട്ടതോടൊപ്പം മണ്ണിനോടൊപ്പം കല്ലു പറക്കാൻ തുടങ്ങി. കല്ലുകളോടൊപ്പം മരങ്ങൾ കടപുഴകി പറക്കാൻ തുടങ്ങി. അങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്ന കല്ലും മണ്ണും മരവും ഒരു നിമിഷത്തിൽ വീണ്ടും ഭൂമിയിൽ വീഴാൻ തുടങ്ങി. അത് വീഴുന്നത് ആദ് ജനതയുടെ തലയ്ക്ക് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ കാറ്റിലൂടെ അടിച്ചുയർന്ന മണ്ണ്, ആ മണ്ണിന്റെ ഉള്ളിൽ ആദ് എന്ന അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷക്ക് പാത്രീഭവിച്ച ജനത അതിനുള്ളിൽ പെട്ടുപോയി. ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറ, നാം അവർക്ക് നേരെ ശക്തമായ ഒരു മാരുതനെ അയച്ചു, ഒരു കൊടുങ്കാറ്റിനെ അയച്ചു. ഫീ യൗമി നഹ്സിൻ മുസ്തമിർ, സ്ഥിരമായ ഒരു ശകുന ദിവസത്തിൽ. അവർക്ക് 3 വർഷമായി ശകുനം തുടങ്ങിയിട്ട്. അവരുടെ സമയം എന്തോ ശരിയല്ല എന്ന് അവർക്ക് പറയാവുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. തൻസിഉൻ നാസ കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ, കടപുഴകി വീണ ഈന്തപ്പന മുട്ടികൾ പോലെ അവരെ, മനുഷ്യന്മാരെ ആ കാറ്റ് പറിച്ചെറിഞ്ഞുകൊണ്ടേയിരുന്നു. മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം സൂറത്തുൽ ഖമറിൽ പറയുകയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച സകലമാന അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നിഷേധഭാവത്തോടുകൂടെ കണ്ട അള്ളാഹുവിന്റെ ദൈവാസ്തിക്യത്തെ അംഗീകരിക്കാതെ പോയ ആദു ജനതയുടെ ചരിത്രം. അതുകൊണ്ട് തന്നെ മനുഷ്യനുള്ള കാലത്തോളം അവനെ ഓർമ്മപ്പെടുത്താനുള്ള മഹത്തായ ഒരു ഉദ്ബോധന മാധ്യമമായി തീരുകയായിരുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.